അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയൊരു നയതന്ത്ര കരാറിലേക്ക് അടുക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഇസ്രയേലിന്റെ രാഷ്ട്രീയ സൈനിക വൃത്തങ്ങളിൽ അഭൂതപൂർവമായ ആശങ്കയും നിരാശയും പടരുകയാണ്. വർഷങ്ങളായി ഇറാനെതിരെ കർശന നിലപാട് സ്വീകരിച്ചു പോന്ന അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രയേലിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന് വൻ ഭൂകമ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രയേലിലെ പ്രമുഖ വാർത്താ മാധ്യമമായ വൈനെറ്റ് ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലി ഉദ്യോഗസ്ഥർ അതീവ രൂക്ഷമായ ഭാഷയിലാണ് അമേരിക്കയ്ക്കെതിരെ പ്രതികരിച്ചത്. ഈ കരാർ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും തകിടം മറിക്കുന്നതാണെന്നും ടെഹ്റാന് ലഭിക്കുന്ന ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി ഇത് മാറുമെന്നും അവർ പരസ്യമായി മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ അങ്ങേയറ്റം പ്രകോപിതരായ ചില ഉന്നത ഇസ്രയേലി ഉദ്യോഗസ്ഥർ തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന വികാരമാണ് പങ്കുവെക്കുന്നത്. ട്രംപ് നമ്മളെ ചതിച്ചു എന്ന് ഒരു ഇസ്രയേലി ഔദ്യോഗിക പ്രതിനിധി പരസ്യമായി ആക്രോശിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഈ പിന്നിൽ നിന്നുള്ള കുത്ത് ഇസ്രയേലിന്റെ പ്രതിരോധ കോട്ടകളെ ദുർബലപ്പെടുത്തുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ നയതന്ത്ര ഉടമ്പടിയെ വരാനിരിക്കുന്ന വൻ ദുരന്തമെന്നാണ് മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് പൂർണ്ണമായി തടയിടാൻ കഴിയാത്ത ഏതൊരു കരാറും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന ഉറച്ച ബോധ്യമാണ് ഈ കടുത്ത പ്രതികരണങ്ങൾക്ക് പിന്നിലുള്ളത്. വാഷിംഗ്ടണിൽ നിന്നുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായി രാജ്യാന്തര മേൽനോട്ടത്തിൽ നീക്കം ചെയ്യാതെയും അവരുടെ ആണവ ഇൻഫ്രാസ്ട്രക്ചറുകൾ പൂർണ്ണമായി തകർത്തു കളയാതെയും ഉണ്ടാക്കുന്ന ഒരു വിട്ടുവീഴ്ചയും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഇസ്രയേലിന്റെ പരമ്പരാഗത നിലപാട്. എന്നാൽ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന കരാറിൽ ഇത്തരം കർശനമായ വ്യവസ്ഥകൾ ഇല്ലെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇറാനെ ആണവ സാങ്കേതിക വിദ്യയിൽ നിന്നും ആയുധ നിർമ്മാണത്തിൽ നിന്നും പൂർണ്ണമായി പിന്തിരിപ്പിക്കാൻ ഈ പുതിയ കരാറിന് കഴിയില്ലെന്ന് ഇസ്രയേൽ തറപ്പിച്ചു പറയുന്നു. മറിച്ച് അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നേടാനും സാമ്പത്തികമായി ശക്തി സംഭരിച്ച് തങ്ങളുടെ ആണവ പദ്ധതികൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും മാത്രമേ ഈ കരാർ ടെഹ്റാനെ സഹായിക്കൂ എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷാ താൽപര്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ഈ ചർച്ചകൾ ഇസ്രയേലിനെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. മേഖലയിലെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന് ഈ കരാർ കൂടുതൽ ആത്മവിശ്വാസവും കരുത്തും നൽകുമെന്നും ഇത് പശ്ചിമേഷ്യയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുമെന്നും ഇസ്രയേൽ ആശങ്കപ്പെടുന്നുണ്ട്. ഏറ്റവും നാടകീയമായ കാര്യം യുഎസും ഇറാനും തമ്മിൽ മാസങ്ങളായി രഹസ്യമായി നടന്നു വരുന്ന ഈ ചർച്ചകളിൽ ഇസ്രയേലിന് യാതൊരുവിധ പങ്കാളിത്തവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രയേലുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവെക്കാൻ പോലും അമേരിക്കൻ ഭരണകൂടം തയ്യാറായില്ല എന്നത് ഇസ്രയേലിന്റെ നയതന്ത്ര വൃത്തങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്നൊരു ദിവസം നടത്തിയ പ്രഖ്യാപനത്തിലൂടെയാണ് ഇങ്ങനെ ഒരു കരാറിന്റെ സാധ്യതകളെ കുറിച്ച് ലോകം അറിയുന്നത്. ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂർണ്ണമായും ഞെട്ടിച്ചു കളഞ്ഞു. ട്രംപ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുമെന്ന് നെതന്യാഹു ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദവും രാഷ്ട്രീയമായ കൂട്ടുകെട്ടും അന്താരാഷ്ട്ര തലത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. എന്നാൽ തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും നയതന്ത്ര വിജയങ്ങൾക്കും വേണ്ടി ട്രംപ് ഇസ്രയേലിന്റെ താല്പര്യങ്ങളെ ബലികഴിച്ചു എന്ന ചിന്ത ഇപ്പോൾ നെതന്യാഹുവിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയായി മാറും. ഇറാൻ ആണവ കരാറിൽ നിന്ന് മുൻപ് ഏകപക്ഷീയമായി പിന്മാറിയ ട്രംപ് ഇപ്പോൾ അതേ ഇറാനുമായി വീണ്ടും ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നത് കടുത്ത വൈരുദ്ധ്യമായാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ ഈ യു ടേൺ ഇസ്രയേലിന്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തകിടം മറിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഈ മാറിയ നിലപാട് പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി തിരുത്തിയെഴുതുന്ന ഒന്നാണ്. ഇറാന്റെ ആണവ ഉൽപാദന ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത പല സൈനിക നയതന്ത്ര പദ്ധതികളും ഇതോടെ വഴിമുട്ടിയിരിക്കുകയാണ്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇറാനെതിരെ ഏകപക്ഷീയമായ സൈനിക നീക്കത്തിന് മുതിരുന്നത് ഇസ്രയേലിന് വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം വകവെച്ചു കൂട്ടേണ്ടി വരുമെന്നതും നെതന്യാഹുവിനെ കടുത്ത പരിഭ്രാന്തിയിലാക്കുന്നു. അമേരിക്കയുടെ ഈ പുതിയ നീക്കത്തോടെ പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നു എന്ന തോന്നൽ ശക്തമായിരിക്കുകയാണ്.
തങ്ങളുടെ നിലനിൽപ്പിനായി അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് ഇനി സുരക്ഷിതമല്ലെന്ന ചിന്ത ഇസ്രയേലി ചിന്തകർക്കിടയിൽ ഉയർന്നു കഴിഞ്ഞു. തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വതന്ത്രമായ മറ്റു വഴികൾ തേടാൻ ഇസ്രയേൽ നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇവിടെ സംജാതമാകുന്നത്. വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നും വരുന്ന വാർത്തകൾ ഇസ്രയേലിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതോടെ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ അഭൂതപൂർവമായ വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. നെതന്യാഹു സർക്കാരിന്റെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒന്നായി ഈ ഇറാൻ US നയതന്ത്ര നീക്കം മാറിയേക്കാം.